ഹായ് ഫ്രണ്ട്സ്, ടിക് ടാക് ബ്യൂട്ടി ക്രിയേഷനിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഒരു കാൽക്കുലേഷൻ പഠിക്കാം. കാൽക്കുലേഷൻ്റെ ഫോർമുലയായി ഒരു പട്ടുപാവാട തയ്ക്കാൻ എത്ര ആവശ്യമായ ക്ലോത്ത്സ് എത്ര എടുക്കുന്നത്, അതിൻ്റെ പ്ലീറ്റ് എങ്ങനെയാണ് എടുക്കുന്നത്, ഇൻസൈഡ് പ്ലീറ്റ് എങ്ങനെയാണ് എടുക്കുന്നതിൻ്റെയൊക്കെ ഒരു ഫോർമുലയാണ്. ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണേ. സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്തുകൂടെ നോക്കണേ. കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റുള്ള തുണി നമുക്ക് എടുക്കാനായിട്ടുള്ള ഒരു കാൽക്കുലേഷനാണിത്. ഓക്കെ, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിന്ന് പ്ലീറ്റഡ് സ്കേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചുരുക്കിട്ട പാവാട തയ്ക്കണം. ഈ ഓണത്തിനൊക്കെ തയ്ച്ചെടുത്തല്ലേ, അങ്ങനെയുള്ള പട്ടുപാവാടയൊക്കെ തയ്ക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള എത്ര മീറ്റർ തുണി ഒരാൾക്ക് ഈ ആവശ്യമുണ്ടെന്നുള്ളതിൻ്റെ കാൽക്കുലേഷനാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇതിന് റിക്വേർഡ് ക്ലോത്താണ് നമുക്ക് ആവശ്യം കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എത്ര തുണി വേണമെന്ന് അറിഞ്ഞുകൂടാ. സാധാരണ പൊതുവേ തയ്യൽക്കാർ പറയുന്നത് ഇപ്പം ഒരു 15 വയസ്സുള്ള ഒരു മോക്ക് അല്ലെങ്കിൽ ഒരു 18 വയസ്സുള്ള മോക്ക് എത്ര മീറ്റർ തുണി വേണമെന്ന് പറഞ്ഞാൽ അവർ ഒരു 3 മീറ്റർ തുണി എടുത്തോളാൻ പറയും. അത് കറക്റ്റായിട്ടുള്ള തുണിയല്ല. അപ്പം കറക്റ്റായിട്ടുള്ള നമുക്ക് എത്രയാണ് നമുക്ക് ആവശ്യമുണ്ടെന്ന് വെച്ചാൽ അത്രയും മാത്രം തുണി എടുക്കാനായിട്ട് ഈ കാൽക്കുലേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ സാധാരണ എടുക്കുന്നത്. അപ്പം ഇതിന് ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ വേസ്റ്റ് റൗണ്ട് നമ്മുടെ ഇടുപ്പിൻ്റെ വണ്ണമാണ്. ഇടുപ്പിൻ്റെ വണ്ണം ഉദാഹരണത്തിന് ഒരാൾക്ക് 34 ഇഞ്ച് ഇടുപ്പ് വണ്ണമുള്ള ഒരാൾക്ക് നമ്മൾ എത്ര തുണി ആവശ്യമുണ്ടെന്ന് നമ്മൾ നോക്കുകയാണ്. അതിന് ആവശ്യമായത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്ലീറ്റിൻ്റെ സൈസ്. നമ്മൾ പ്ലീറ്റ് സൈസ് ഇടുന്നത് കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചാണ് പ്ലീറ്റിൻ്റെ സൈസ് നമ്മൾ ഇടുന്നത്. അത് സാധാരണ 1 ഇഞ്ച്, 1.5 ഇഞ്ച്, 2 ഇഞ്ച്, 2.5 ഇഞ്ച്, 3 ഇഞ്ച് ഇങ്ങനെ ഓരോരോ അളവുകളുണ്ട്. അപ്പോൾ നോർമലി നമ്മൾ സാധാരണ ഇടുന്നത് 1 ഇഞ്ച് മാത്രമാണ്. 1 1.5 മാക്സിമം 2, അതിൽ കൂടുതൽ അങ്ങനെ വീതിക്ക് നമ്മൾ പ്ലീറ്റ്സിൽ അങ്ങനെ പൊതുവേ ഇടാറില്ല. അപ്പം കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചാണ്. അല്ലെങ്കിൽ നമ്മളോട് അവർ പറയാം നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തോളാൻ പറഞ്ഞാൽ നമ്മളങ്ങനെ ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് 1 ഇഞ്ച്, ഇപ്പം ഞാൻ ഉദാഹരണത്തിന് എടുക്കുന്ന 1 ഇഞ്ച് ഉള്ള പ്ലീറ്റ് ഇട്ടുള്ള സ്കേർട്ടാണ് തയ്ക്കാനുണ്ട് ഒരുങ്ങുന്നതെന്ന് വെച്ചോ. അപ്പം നമുക്ക് റിക്വേർഡ് ക്ലോത്ത് നമുക്ക് എത്ര തുണി ആവശ്യമുണ്ട്, ഇത്രയും ഇങ്ങനെ ഒരു 34 ഇഞ്ച് വേസ്റ്റ് റൗണ്ടുള്ള ഒരു കൊച്ചിന് 1 ഇഞ്ച് പ്ലീറ്റിൻ്റെ വീതി വെച്ച് തയ്ക്കാനായിട്ട് എത്ര മീറ്റർ തുണി ആവശ്യമുണ്ടെന്നാണ് നോക്കുന്നത്. ഇതിന് നമ്മൾ ആവശ്യമെന്ന് പറയുന്നത് റിക്വേർഡ് ക്ലോത്തിന് ആവശ്യമെന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ ഫോർമുലയാണ് നമ്പർ ഓഫ് പ്ലീറ്റ്സ്. ഇപ്പോൾ 34 ഇഞ്ചുള്ള ഒരു കുഞ്ഞിന് 1 ഇഞ്ച് വീതിയുള്ള പ്ലീറ്റ് ഇടുമ്പോൾ എത്ര പ്ലീറ്റ്സുകളുടെ എണ്ണം എത്ര വേണ്ടി വരും? 34 ഉള്ളതിന് 1 ഇഞ്ച് വരച്ച് നോക്കുമ്പോൾ 34 ഇഞ്ച് തന്നെ വേണം അല്ലേ? അപ്പോൾ 34 ഇഞ്ച്, അപ്പോൾ 34 പ്ലീറ്റ്സ് വേണം. 2 ഇഞ്ച് ഇടുന്നതെങ്കിൽ ഇതിന് നേരെ പകുതി 17 ഇഞ്ചോളം 17 പ്ലീറ്റ്സോളം മതി നമുക്ക്. ഇതിനകത്ത് ഇപ്പോൾ 1 ഇഞ്ച് എടുക്കുന്നതുകൊണ്ട് 34 എണ്ണം നമ്പർ ഓഫ് പ്ലീറ്റ്സ് ആട്ടോ. അത് കഴിഞ്ഞ് അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. എന്തുകൊണ്ട്? പ്ലീറ്റ്സ് ഇൻസൈഡ് ദ പ്ലീറ്റ്സ് എന്ന് പറയുന്നത് നമ്മളൊരു തുണി എടുത്ത് സ്കേർട്ട് തയ്ക്കാനായിട്ട് തുടങ്ങുന്നു. അപ്പം ഇതൊരു തുണിയാണെന്ന് വെച്ചോ, ഇതിൻ്റെ ഈ ആവാത്ത 1 ഇഞ്ച് വീതിയോളം നമ്മൾ വേറെ പടിയൊക്കെ മടക്കി അടിക്കത്തില്ലേ, അതിന് വേണ്ടിയിട്ട് മാറ്റിയിടുന്നു. അത് കഴിഞ്ഞുള്ളത് 1 ഇഞ്ച് ഇതാണ് നമ്മുടെ പ്ലീറ്റിൻ്റെ അളവെന്ന് വെച്ചോ. 1 ഇഞ്ച് നമ്മളിവിടെയാണ് പ്ലീറ്റ് എടുക്കുന്നത്. ആ പ്ലീറ്റ് നമ്മൾ അപ്പോൾ ഇവിടെയാണ് മടക്ക് തുടങ്ങുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് അകത്തോട്ട് പോകുമ്പോൾ ഇൻസൈഡിലായിട്ട് പ്ലീറ്റ്സ് ഇൻസൈഡ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനിടയ്ക്ക് വരുന്നു. അപ്പോൾ ഈ പ്ലീറ്റ് എടുത്ത് മടക്കി ഇവിടെയാണ് നമ്മൾ കൊണ്ടുവെക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തുണി പോവുകയാണ്. ആ തുണി എത്രയാണെന്ന് വെച്ചാൽ അതാണ് നമ്മൾ പ്ലീറ്റ്സ് ഇൻസൈഡ് എന്ന് പറയുന്നത്. ഇതിനകത്ത് സാധാരണ 2 ഇഞ്ച് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ 2 ഇഞ്ചാണ് പ്ലീറ്റ്സ് ഇൻസൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്പർ ഓഫ് പ്ലീറ്റ്സ് എന്ന് പറയുന്നത് 34 × 2 ദ പ്ലീറ്റ്സ് ഇൻസൈഡ് പ്ലസ് 34 എന്ന് പറയുന്നത് ഈ വേസ്റ്റ് റൗണ്ട്. ഇതാണ് ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫോർമുല അനുസരിച്ചാണ് നമ്മൾ 34. അപ്പം നമുക്ക് കിട്ടുന്ന എത്ര? 34 മൾട്ടിപ്ലൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 68 ഇഞ്ച് പ്ലസ് വേസ്റ്റ് റൗണ്ട് എത്ര? 34. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 102 ഇഞ്ച് കിട്ടും. 102 ഇഞ്ചാണിത്. അപ്പം നമ്മൾ കടയിൽ പോയി 102 ഇഞ്ച് തുണി തരാൻ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മളതിനെ എന്ത് ചെയ്യണം? മീറ്റർ ആക്കണമെങ്കിൽ ഇപ്പം ഞാൻ കാണിച്ചു തരാം.
ഇതൊരു ഞാൻ എടുക്കുന്ന ഒരു ഇഞ്ച് ടേപ്പാണ്. ഇഞ്ച് ഉണ്ട്, ഇത് സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ ഒരു സൈഡ് ഇഞ്ച് മാത്രമാണ് ഇത് അകലത്തിൽ കാണുന്ന വലിയ അക്കത്തിൽ. നമ്മൾ മറു സൈഡ് തിരിച്ച് നോക്കുമ്പോൾ ഇവിടെ സെൻറ്റിമീറ്ററാണിത്, മീറ്റർ അല്ല സെൻറ്റിമീറ്റർ ഉണ്ട്, ഇഞ്ചും ഉണ്ട്. അപ്പം നമ്മൾ ഒരു മീറ്റർ എന്ന് പറയുന്നത് നമുക്ക് 100 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇത് 100 സെൻറ്റിമീറ്റർ ഇതിൽ നോക്കിയേ, ഇതാണ് 100 സെൻറ്റിമീറ്റർ. അപ്പോൾ 100 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ഇഞ്ച് വരുന്നുണ്ട്? അറൗണ്ട് 39.1 കാലില്ല, 39.4 നാലാമത്തെ വരയില്ലേ, കാലും പിന്നെ ഒരു വരയും കൂടെ വരുന്നിടത്താണ് ഇതിൻ്റെ വരുന്നത് കറക്റ്റ്. അപ്പം നമ്മൾ റൗണ്ട് ഫിഗർ എടുക്കുകയാണ്. 40 ഇഞ്ച് നമ്മൾ 100 മീറ്ററിന് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് അല്ലേ. അങ്ങനെ ചെയ്യുമ്പോൾ ഈ നമുക്ക് കിട്ടിയ 102 എന്നുള്ളതിനെ നമ്മൾ ഈ 40 കൊണ്ട്, ഒരു മീറ്റർ എന്ന് പറയുന്നത് 40 അല്ലേ, 40 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുമ്പോൾ 2.5 അല്ലെ 2.55 അല്ലെ 2.60 എത്ര എന്ന് വെച്ചാൽ ഇത്രയും മീറ്റർ തുണി നമുക്ക് ഈ 34 ഇഞ്ച് വണ്ണമുള്ളൊരു കൊച്ചിന് 1 ഇഞ്ച് പ്ലീറ്റ് വെച്ച് തയ്ക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളൂ. ഇതാണ് ശരിക്കുള്ള കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിങ്ങനെ നമ്മൾക്ക് ചെയ്യുമ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് ഒരു മെത്തേഡ്. വേറൊരു മെത്തേഡുണ്ട്, സിമ്പിൾ മെത്തേഡ്. ഈ സിമ്പിൾ മെത്തേഡ് അനുസരിച്ച് വേസ്റ്റ് റൗണ്ട് നമുക്ക് ആവശ്യമുണ്ട്, എല്ലാത്തിനും വേസ്റ്റ് റൗണ്ട് ആവശ്യമുണ്ട്. ഓക്കെ, വേസ്റ്റ് ഇതിനകത്ത് പ്ലീറ്റിൻ്റെ മെഷർമെൻറ്റും ഒന്നും വേണ്ട. ഈ വേസ്റ്റ് റൗണ്ടിനെ നമ്മൾ മൾട്ടിപ്ലൈഡ് ബൈ 3 എത്രയാണ്? 3 കൊണ്ട് 3 മടങ്ങ്, അതായത് വേസ്റ്റ് റൗണ്ടിൻ്റെ 34 × 3 എത്ര കിട്ടുന്നു? 102 എന്നാണ് കിട്ടുന്നത്. 102. ഓക്കെ, ആ കിട്ടിയ ഇഞ്ചിനെ വീണ്ടും നമ്മൾ 40 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര? 2.55 മീറ്ററോളം കിട്ടും. ഇതാണ് ഈസി. സാധാരണയായിട്ട് ഇതിപ്പം മറ്റേ കണക്കനുസരിച്ചാണ്, ഫോർമുല അനുസരിച്ച് കണ്ടുപിടിക്കുന്നതാണിത്. ഇത് നമ്മൾ ഈ ഒരു പൊതുവായിട്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണിത്, ഒരു മെത്തേഡാണിത്. 30 വേസ്റ്റ് ഇപ്പോൾ 40 ആണെങ്കിൽ 40 × 3 എത്ര വരും? 120 അല്ലേ, 120 ഇഞ്ചെന്ന് വരും. അതിനെ പിന്നെ 40 കൊണ്ട്, എന്തിനെ 40 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? എന്താണെന്ന് ചോദിച്ചാൽ 40 ഇഞ്ച് അറൗണ്ട് 40 ഇഞ്ചാണ് 1 മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മീറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലായല്ലോ അല്ലേ. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് തുണിയുണ്ടെന്ന് വെച്ചോ. ഇപ്പം കറക്റ്റ് അളവൊന്നുമല്ല, വെറുതെ ഉള്ളൊരു തുണി, ചിലപ്പോൾ കൂടുതൽ തുണി കാണുമായിരിക്കും, ചിലപ്പോൾ കുറച്ച് തുണിയായിരിക്കും. അപ്പം നമുക്കതിനെ എങ്ങനെ നമുക്ക് ഈ പ്ലീറ്റ്സ് ഇട്ട് നമുക്ക് ഈ അതിൻ്റെ ഇൻസൈഡിലേക്ക് ഇൻസൈഡ് പ്ലീറ്റ്സ് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് അങ്ങനെയുള്ള തുണികളെ കറക്റ്റ് വേസ്റ്റ് മെഷർമെൻറ്റിൽ നമുക്ക് എടുക്കാനായിട്ട് തയ്ച്ച് കഴിയുമ്പോൾ 34 ഇഞ്ച് കിട്ടത്തക്ക രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് ഫാബ്രിക് അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഫാബ്രിക് ലെന്ത്. നമ്മൾ എത്ര തുണിയുണ്ടെന്ന് ആദ്യം അളക്കണം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 102 ഇഞ്ച് ഉള്ള ഒരു തുണി ഇരിക്കുക, എൻ്റെ കയ്യിലിരിക്കുക. അപ്പോൾ ആ തുണിക്ക് ഞാൻ പ്ലീറ്റ്സ് ഇൻസൈഡ് ഇടുന്നത് എത്രയാണെന്ന് നമ്മൾ നോക്കണം. എങ്കിൽ മാത്രമേ കാൽക്കുലേഷൻ കറക്റ്റായിട്ട് വരത്തുള്ളൂ. 1 ഇഞ്ച് ഇട്ട് ഇഞ്ച് നമ്മുടെ ഇഷ്ടമനുസരിച്ചാണ്. ഇതിനകത്ത് ഞാൻ 1 ഇഞ്ചാണ് ഇടുന്നത്. 1 ഇഞ്ച് പ്ലീറ്റ് ഉള്ളൊരു സ്കേർട്ട് തയ്ക്കുകയാണ്. അപ്പോൾ എത്ര പ്ലീറ്റ്സ് വരും? ഇതിന് 34 നമ്പർ ഓഫ് പ്ലീറ്റ്സ് വരും. 34 എണ്ണം 1 ഇഞ്ച് വെച്ച് ഇടുമ്പോൾ 34 എണ്ണം വന്നാലേ എനിക്ക് 34 ഇഞ്ച് സൈസിലുള്ള സ്കേർട്ട് തയ്ക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ സൈസ് കുറവോ കൂടുകയോ ഒക്കെ ചെയ്യും. 34 എണ്ണം മസ്റ്റായിട്ടും വേണം. അപ്പോൾ 1 ഇഞ്ചല്ല ഉള്ളൂ. അതിൻ്റെ പ്ലീറ്റ്സ് സൈസ് എന്ന് പറഞ്ഞാൽ 1 ഇഞ്ച് അല്ലേ. നമുക്ക് ഇനി കാണാനുള്ളതെന്ന് പറഞ്ഞാൽ ഇൻസൈഡിൽ, അല്ലെങ്കിൽ പ്ലീറ്റ്സ് ഇൻസൈഡിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ അകത്തേക്ക് പോകുന്ന പ്ലീറ്റ്സ് ഞാൻ കാണിച്ചു തരാം, ഫാബ്രിക്കെ കാണിച്ചു തരാം. അപ്പോൾ അത് എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഫാബ്രിക് ലെന്ത്, ഈ ഫാബ്രിക് ലെന്ത് എത്ര? 102. ഈ 102 എഴുതി. ഇതതിൻ്റെ ഫോർമുലയാണ് കേട്ടോ. ആവശ്യമുള്ളൊരു വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെച്ച് അല്ലെങ്കിൽ എഴുതി എടുക്കുകയോ ചെയ്താൽ മതിയേ. അപ്പം മൈനസ് കുറയ്ക്കണം
വേസ്റ്റ് റൗണ്ട് എത്ര കുറയ്ക്കണ്ടേ? വേസ്റ്റ് റൗണ്ട് എത്ര നമുക്ക് കിട്ടിയത്? 34 ഇഞ്ച്. ആ 34 ഇഞ്ചിൽ നിന്ന് ഫാബ്രിക് ലെന്തിൽ നിന്ന് 34 ഇഞ്ച് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 68 ഇഞ്ച് കിട്ടും. എല്ലാം ഇഞ്ചാണ് കേട്ടോ. 68 ഇഞ്ച്. പിന്നെ അതിനെ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? നമ്പർ ഓഫ് പ്ലീറ്റ്സ്. നമുക്ക് നമ്പർ ഓഫ് പ്ലീറ്റ്സ് 34 അല്ലേ? 2 ഇഞ്ച് വെച്ചാണെങ്കിൽ നമുക്ക് എത്ര വെച്ചാൽ 17 എന്ന് വെക്കാം. അപ്പം അത് അങ്ങനെ ചെയ്യും. അപ്പം നമുക്ക് 34 ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിനെ 2 ഇഞ്ച് നമുക്ക് ഇൻസൈഡിലോട്ട് പ്ലീറ്റ്സ് പോകും. ഞാനൊരു ക്ലോത്ത് ഇത് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഞാൻ ആദ്യം കാണിച്ചത് പ്ലീറ്റ് സ്കേർട്ടിന് ഒരു കേർഡ് ക്ലോത്താണ്. നമുക്ക് എത്ര മീറ്റർ തുണി ആവശ്യമുണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ആദ്യം കാണിച്ച പോർഷൻ. അതിൻ്റെ സിമ്പിൾ മെത്തേഡാണ് ഇത്. അപ്പം നമ്മളിത് ഇതാണ് ഇതിൻ്റെ ഫോർമുല. ഈ ഫോർമുല അനുസരിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. എക്സാമ്പിൾ ഇത് തന്നെ എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുകയോ ചെയ്താൽ മതി. ഓക്കെ, ഇത് വേറൊരു ഫോർമുലയാണ്. രണ്ടാമത് ഞാൻ കാണിച്ചതെന്ന് പറയുന്നത് ഇൻസൈഡ് പ്ലീറ്റ്സ്. അതിൻ്റെ അകത്തേക്ക് എത്ര വെച്ച്. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു സാധാരണ ഒരു തുണി ഇടിക്കുക, കുറച്ച് തുണി ഇരിപ്പുണ്ട്, ചിലപ്പോൾ 1.5 മീറ്ററേ ഉള്ളൂ, 2 മീറ്ററേ ഉള്ളൂ. ആ 34 ഇഞ്ചിന് റിക്വേർഡായിട്ടുള്ള ക്ലോത്തുകളില്ല എന്ന് വെച്ചു. അപ്പോൾ കസ്റ്റമർ നമ്മളോട് പറയും എൻ്റെ കയ്യിലുള്ളൂ, ഇത് വെച്ച് തയ്ക്കാൻ പറയും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? 1 ഇഞ്ച് വീതിയിലുള്ള പ്ലീറ്റും വേണമെന്ന് പറയും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കപ്പോൾ 34 ഇഞ്ച് വേസ്റ്റ് സൈസ് കിട്ടണം. ആ സൈസിനനുസരിച്ച് കിട്ടണമെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് വെക്കുന്ന പ്ലീറ്റ്സ് ഇൻസൈഡ് വെക്കുന്ന പ്ലീറ്റ്സിൻ്റെ മെഷർമെൻറ്റ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. കറക്റ്റായിട്ട് 34 ഇഞ്ച് വേസ്റ്റ് റൗണ്ടിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അതിൻ്റെ ഫോർമുലയാണ് ഈ പറഞ്ഞു തന്നത്. ഓക്കെ, ഇത് ഒന്ന് ഡൗൺലോഡ് ചെയ്തോ അല്ലെങ്കിൽ എഴുതിയെടുക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് മറന്നു പോകാതിരിക്കും. ആദ്യമൊക്കെ കേൾക്കുമ്പോൾ ഇത് എന്തുവാ ഇത് മൊത്തം എന്ന് തോന്നും. പക്ഷേ ഇതാണ് കറക്റ്റായിട്ടുള്ള മെത്തേഡ്. ഓക്കെ, അപ്പം ഞാനിത് കാണിച്ചു തരിക എങ്ങനെയാണ് നമുക്ക് ഇൻസൈഡ് പ്ലീറ്റ്സ് എടുക്കുന്നത്. ഉദാഹരണം, ഇതിപ്പം എൻ്റെ ഇരിക്കുന്നൊരു തുണിയാണ്. അടുത്ത ദിവസം ഞാനിത് തയ്ച്ചിട്ട് ഇതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പം ജസ്റ്റ് കാണിക്കുകയാണ്. ഇപ്പം തുണി നമ്മൾ എടുത്തിട്ടുണ്ട്. എത്ര മീറ്റർ തുണിയെന്നത് ഞാനിപ്പം ഇത് ചെയ്യുന്നില്ല. കുറച്ച് തുണിയുണ്ടെന്ന് വെച്ചോ. ഞാനിപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ സാധാരണ 1 ഇഞ്ചോളം ഇവിടെ ഇങ്ങനെ അധികം ഇടും. കാരണം ഇതിങ്ങനെ പടി പോലെ മടക്കി അടിക്കാൻ. കണ്ടോ, ഇങ്ങനെ ഇടും. എന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ പ്ലീറ്റ്സ് എടുക്കുന്നത്. ഇപ്പോൾ 1 ഇഞ്ച് പ്ലീറ്റ്സ് എടുക്കുമെന്ന് വെച്ചോ. ഇതങ്ങോട്ട് പിന്നുള്ളത് പടിയടിക്കാനുള്ളത്. നമ്മൾ 1 ഇഞ്ച് പ്ലീറ്റ്സ് എടുത്തു അല്ലേ? ഇതിനകത്ത് നമുക്ക് ഈ പ്ലീറ്റ്സ് ഇൻസൈഡ് വരുന്നത് എത്ര നോക്കി? 2 ഇഞ്ചാണ് അല്ലേ? ആ 2 ഇഞ്ചിന് ഈ പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം ഇതിനിടയ്ക്കൊരു വീതി കൂടിയ സ്ഥലം വരും. ഇതിനിടയ്ക്കുള്ള ഭാഗമാണ് 2 ഇഞ്ച്. 2 ഇഞ്ച് എന്ന് പറയും. ഇത് 1 ഇഞ്ച്. പിന്നെയും ഈ 1 ഇഞ്ച് കാൽക്കുലേഷൻ വരിക. പിന്നെ വീണ്ടും 2 ഇഞ്ച്. ഇങ്ങനെ പ്ലേറ്റ് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ 5 വരെ പോകും. അപ്പം ഇത് നമ്മൾ വേസ്റ്റ് റൗണ്ട് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ഇതെന്ത് ചെയ്യണം? ഇതല്ലേ 1 ഇഞ്ച് പ്ലേറ്റ്, ഇതെടുത്ത് ഇവിടം കൊണ്ട് മടക്കി നമ്മൾ ഇവിടോട്ട് വെക്കണം. ഉണ്ടോ? ഇങ്ങനെ. പിന്നെ വീണ്ടും നമ്മൾ ഇതെടുക്കുകയാണ്. അപ്പോൾ ഇത്രയും ഭാഗത്തോട്ട് അകത്തേക്ക് പോയി. അതാണ് ഇൻസൈഡ് പ്ലീറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ വീണ്ടും എടുത്തു ഇതിവിടെ കൊണ്ടുവച്ചു. എന്താ, ചെറിയ പ്ലീറ്റുകളാണ്, കൊച്ചു പിള്ളേർക്കൊക്കെ സ്കേർട്ട് തയ്ക്കാനുള്ളത്. അപ്പോൾ ഇത് ഇൻസൈഡിലോട്ട് പോയി. ഈ ഇൻസൈഡിൽ പോയിരിക്കുന്ന പോർഷനാണ് ഇൻസൈഡ് പ്ലീറ്റ്. ഇതിപ്പോൾ 2 ഇഞ്ചാണ് നമുക്ക് കണക്ക് പ്രകാരം കൂട്ടിയപ്പോൾ കിട്ടിയിരിക്കുന്നത്. 2 ഇഞ്ച്. ഓക്കെ, വീണ്ടും ഇവിടെ 1 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. വീണ്ടും 2 ഇഞ്ച്. ഇങ്ങനെ കണക്ക് നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് പ്ലീറ്റ്സ് വേസ്റ്റ് റൗണ്ട് കറക്റ്റായിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ഒന്നി വലുതായിരിക്കും അല്ലെങ്കിൽ ചെറുതായിരിക്കും. ഇങ്ങനെ. ഓക്കെ, മനസ്സിലായിക്കണമല്ലോ. ഇങ്ങനെയാണ് നമ്മൾ ഇതിനകത്തോട്ട് പോകുന്ന പ്ലീറ്റ്സാണ്
കാരണം 2 ഇഞ്ചെന്ന് പറയുമ്പോൾ എല്ലാ സൈഡും ഓരോ ഇഞ്ചാണ്. ഇത് 1 ഇഞ്ച്, ഇതൊരു ഇഞ്ച് വരും, ഡബിളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മൊത്തത്തിലിടുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള 34 ഇഞ്ച് സൈസിലുള്ള സ്കേർട്ട് തയ്ക്കാൻ പറ്റും. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ചാനലിനെ. അതോടൊപ്പം ഇതിനോട് കൊടുത്തിരിക്കുന്ന ബെല്ലൈക്കൺ കൊണ്ട് എനേബിൾ ചെയ്യണേ. എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒത്തിരി താങ്ക്സ് കേട്ടോ, ഒത്തിരി താങ്ക്സ്.